ജിജി ജോസഫ്, ഇന്ന് പി വി അൻവർ ഉന്നയിച്ച ആരോപണം താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഈ അജിത് കുമാർ പൂരം കലക്കിയതാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പി വി അൻവർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്രത്തിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് നേടിയെടുക്കുന്നതിൽ ആനുകൂല്യം കിട്ടുന്ന നേതാക്കളായിരിക്കുമല്ലോ അജിത് കുമാറിനെ വെച്ച് പൂരം കലക്കിയത് എന്നാണ്. ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയെ തന്നെ ആയിരിക്കുമോ ജിജി ജോസഫ്? മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ ഈ എം.ആർ. അജിത് കുമാർ ഈ വാഹിനി എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരുമായി കൂടിയാലോചിച്ച് സേവാഭാരതി ആംബുലൻസിൽ സുരേഷ് ഗോപിയെ തൃശൂർ പൂരനഗരിയിലേക്ക് കൊണ്ടുവന്നത്? ജിജി ജോസഫ്, പിന്നെ ആയുർവേദ ചികിത്സയായിട്ട് ആശുപത്രി കിടക്കുന്ന സുരേഷ് ഗോപി പൾസർ ബൈക്കിൽ കയറി വരുമോ? ആയുർവേദ ചികിത്സയോ? സേവാഭാരതിയുടെ ആംബുലൻസ് കൊണ്ടുവരും. അതിനെന്താ കുഴപ്പം? ആളെയാണ് കൊണ്ടുവന്നത്. ആയുർവേദ ചികിത്സയിൽ കിടക്കുന്ന പൂരപ്പറമ്പിലൂടെ ഇങ്ങനെ ആ സമയത്ത് അത് നിങ്ങളെ നടപ്പ് ശ്രദ്ധിക്കും. നിങ്ങൾ ഒരു വീഡിയോ പുറത്താക്കുന്നുള്ളൂ, ആ വീഡിയോ എടുത്ത് നോക്കുക. ഇനി അതിലേക്ക് പോകണ്ട. ഈ ഇപ്പോൾ പിണറായി വിജയൻ, ഇപ്പോൾ അൻവർ പറയുന്നതനുസരിച്ച് പിണറായി വിജയനും CPM-ഉം BJP ഒക്കെ തമ്മിൽ സഖ്യമാണെങ്കിൽ ഇനി പാലക്കാട് ഇനി ഞങ്ങൾ തന്നെ ജയിക്കുന്നതാണോ അൻവർ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊക്കെയാണോ പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് 10 വോട്ട് കിട്ടുന്ന കാര്യമാണ്. അൻവർ പറഞ്ഞോട്ടെ. വിഷയം നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഡീലായിരുന്നു അത്. പി വി അൻവറിനോട് ചോദിക്കും. കേരളത്തിലെ BJP-യുടെ അജണ്ടയൊന്നും പി വി അൻവർ തീരുമാനിക്കൊന്നും വേണ്ട. അത് പി വി അൻവറിനോട് തന്നെ ചോദിക്കാം. എന്താണ് ഉദ്ദേശം, എന്താണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞാണല്ലോ ഞങ്ങൾക്ക് ഒരുപാട് പാർട്ടി ഇലക്ഷൻ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. ഇവിടെ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇവിടുത്തെ പോസ്റ്റർ മുഴുവൻ ഒട്ടിച്ച്, ആലപ്പുഴയിൽ ഒട്ടിച്ച ഒരു ദിവാകരൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് പോസ്റ്റർ ഒട്ടിച്ചത്. അങ്ങനെ ഒരുപാട് പേര് ഫ്ലെക്സ് വയ്ക്കാനും ഒരുപാട് പേര് പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെന്നേ. അവരെല്ലാവരെയും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നേ. ഞങ്ങൾ ഒരു സംഘടന എന്താ ചെയ്യേണ്ടത്? ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ആളുകൾ അവിടെ എത്തണം. അവിടെ ഞങ്ങൾ ആരെങ്കിലും KS മുരളീധരനെയോ പ്രതാപനെയോ അല്ലെങ്കിൽ സുനിൽകുമാറിനെയോ വല്ലതും തടഞ്ഞോ? ഇല്ലല്ലോ. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൂരത്തിന്റെ ദിവസം ആയുർവേദ ചികിത്സയിലായിരുന്നു എന്നുള്ള ഒരു പുതിയ കഥ ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. സുരേഷ് ഗോപി ഇനി ഒരു ചികിത്സ ഇല്ലാന്നിരിക്കട്ടെ. ആയുർവേദ ചികിത്സയുടെ കായകൽപ്പം ചികിത്സ കഴിഞ്ഞ് ഈ തൃശൂർ പൂര നഗരിയിലേക്ക് വന്നത് ഏത് ആശുപത്രിയിൽ നിന്നാണ്? ചികിത്സയില്ല. അല്ല, ഏത് ആശുപത്രിയിൽ നിന്നാ? അരുണെ, ഞാൻ വാദത്തിന് വിടുന്നു വെച്ച് ചികിത്സയൊന്നുമില്ല. ഞങ്ങൾ സേവാഭാരതി കള്ളം പറയരുത് ജിജി ജോസഫ്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? അല്ല, നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അദ്ദേഹം റെസ്റ്റ് വരും. അവിടെ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ജനങ്ങളുടെ പ്രശ്നം ഉണ്ടായി, അവിടെ ഇഷ്യൂ കത്തി നിൽക്കുമ്പോ പിന്നെ സ്ഥാനാർത്ഥി പ്രശ്നം ഉണ്ടായി. എന്റെ അതൊക്കെ വരുമെന്ന് ഞങ്ങൾ ആ സേവാഭാരതി ആംബുലൻസ്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോട്ടോർ വാഹന നിയമപ്രകാരം നിങ്ങൾക്ക് ആംബുലൻസിൽ സഞ്ചരിക്കാവുന്നവരെ കുറിച്ചൊരു ചട്ടമുണ്ട്. ആ ചട്ടം ലംഘിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ വരാം. സാർ, നിങ്ങൾ ആ നിയമം അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അല്ലല്ല ഒരു കാര്യം പറയട്ടെ. ഈ പണ്ടൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ പറയും ഓസ്ട്രേലിയ ബംഗ്ലാദേശിനോട് തോക്കുകയും സിംബാബ്വെ ശ്രീലങ്കയോട് തോക്കുകയും ചെയ്താൽ ഇന്ത്യ ചിലപ്പോൾ ഫൈനലിൽ കയറുന്നു പറഞ്ഞാൽ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക്, ഈ രണ്ട് മുന്നണികൾക്കും അവിടെ പൂരമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ, അല്ലെങ്കിൽ മറ്റേതായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ. കോൺഗ്രസ്സുകാരൻ പറഞ്ഞു ഞങ്ങളുടെ നട്ടും പോയിട്ടും ഇളക്കിക്കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു സാധനത്തിലാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ തൃശ്ശൂരത്തെ ആവണശ്ശേരി പഞ്ചായത്ത് ഭരിക്കാനായിട്ട് കുറെ കാലമായി. ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക്